ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോമാണ് ബൈ പോൾ ലോറൻസ് ഡംബർ. ആദ്യം നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്ന് പറയുന്ന ഭാഗം നോക്കാം. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ എസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ കാണേണ്ടത് അവസരങ്ങളായിട്ടാണ്. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഹു ട്രാൻസ്ഫോം ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആയിരിക്കണം, അതായത് പ്രശ്നപരിഹാരകരായിരിക്കണം. ക്യാൻ വി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഈവൻ വെൻ ദ പാത്ത് ടു സക്സസ് ഈസ് ലോങ്, ഡിഫിക്കൾട്ട് ആൻഡ് ചാലഞ്ചിങ്. നമ്മുടെ സക്സസ്സിലേക്കുള്ള ആ ഒരു പാത വളരെ ലോങ്ങും ഡിഫിക്കൽട്ടും ദുർഘടവും ചാലഞ്ചിങ് ഒക്കെ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ദ സീഡ്ലിംഗ്, നമ്മുടെ ഈ പോം, ഷോസ് ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർ us ടു പെർസിവർ ഇൻ ദ ഫേസ് ഓഫ് ആഡ്വേഴ്സിറ്റി. ആഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാമിറ്റി, ദുരിതം, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് അർത്ഥം. പെർസിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു എബിലിറ്റിനെ കാണിക്കുന്നു. ഓക്കെ, അപ്പം ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രകൃതി നമ്മൾ എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നു എന്ന് ഈ സീഡ്ലിംഗ് പോം കാണിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ കവിതയിലേക്ക് വരാം. ദ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ വിത്തിൽ നിന്നൊക്കെ മുളച്ചു വരുന്ന തൈ, അതിനെയാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിത തന്നെയാണ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. As a quiet little seedling lay within its darksome bed. As a quiet little seedling. Quiet എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ, സൈലൻ്റ് ആയിട്ടുള്ള ലിറ്റിൽ സീഡ്ലിംഗ്. ചെറിയ സീഡ്ലിങ്ങിന്, അതായത് വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ആ തൈ, അതിനെ പോലെ എങ്ങനെയുള്ളതാണ് ആ തൈ? ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. അത് ലേ, കിടക്കുകയാണ്, വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ഡാർക്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടേറിയിട്ടുള്ള അതിൻ്റെ ബെഡിൽ കിടക്കുകയാണ്. ഡാക്സം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചത് മണ്ണിനെയാണ് കേട്ടോ. ആ കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട് കിടക്കുന്ന ആ ഒരു മണ്ണിൽ കിടക്കുന്ന നമ്മുടെ ലിറ്റിൽ സീഡ്ലിങ്ങിനെ പോലെ. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. ഓക്കെ, അത് അതിനോട് തന്നെ, ആ സീഡ്ലിങ് അതിൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുകയാണ്, പറയുകയാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. അതെന്താണ് പറയുന്നത് എന്ന് ഇവിടെ കൊടുക്കുകയാണ്. അതെന്താണ് പറയുന്നത്? ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്ങസ്റ്റ് എന്നാണ് അർത്ഥം കേട്ടോ, വളരെ ശക്തിയുള്ള എന്നാണ്. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. ഞാൻ വളരെ ശക്തിയുള്ള ഒന്നല്ല. ബട്ട് ഐ വിൽ ഡൂ ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്. എനിക്ക് അത്ര ശക്തിയൊന്നുമില്ല, ഞാൻ അത്ര സ്ട്രോങ് അല്ല, പക്ഷേ എനിക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ശ്രമിക്കും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൻ. അത് സീഡിൽ, അതായത് ആ ഒരു വിത്തിൽ നിന്നും മുളച്ചു വരുന്ന ആ ഒരു മൊമെൻറ്റ് തൊട്ട് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൻ, അതിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് റൈമിംഗ് വേർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റാൻസയിലും ഇതിന് റൈമിംഗ് വേർഡ് കൊടുക്കുന്നുണ്ട്. സീഡ്ലിംഗ് ടോക്കിംഗ്, അതേപോലെ ബെഡ് സെഡ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് മൊമെൻറ്റ്, ക്യാൻ ബിഗാൻ. ഇങ്ങനെയാണ് അതിൻ്റെ റൈമിംഗ് വേർഡ് കൊടുക്കുന്നത്. അടുത്ത സ്റ്റാൻസ. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. അതതിൻ്റെ ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിരില, അതിൻ്റെ പുതിയ ഇല, അത് പുറത്തോട്ടിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. അതിന് പ്രകാശത്ത്, അതായത് സൂര്യൻ്റെ പ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു തളിരില അത് പുറത്തോട്ടിട്ടു. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. എന്തിനു വേണ്ടിയാണ് പുറത്തോട്ടിട്ടത്? അതിൻ്റെ ചുറ്റുപാടും എക്സാമിൻ ചെയ്യാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, മറ്റുള്ള ലീഫ്ലെറ്റിനുമൊക്കെ വഴി കാണിക്കാൻ കൂടെ വേണ്ടിയിട്ട്. ദ ലീഫ്ലെറ്റ് ലൈക്ക് ഇറ്റ് ദ പ്രോസ്പെക്റ്റ്. ഈ പുതിയ വന്ന ഈ തളിരിലക്ക് അതിൻ്റെ ആ ഒരു പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്, ഓക്കെ, അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു ആളാണ് നമ്മുടെ ഈ ഒരു ലീഫ്ലെറ്റ്. നമ്മുടെ പോലെ തന്നെ, ഓക്കെ, ഒരു യങ്സ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോമാണ് നമ്മുടെ ഈ സീഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് അതിൻ്റെ പ്രതീക്ഷകളും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അതിന് ഇഷ്ടമായി എന്നാണ് പറയണത്. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അപ്പോൾ അത് അതിൻ്റെ ബ്രദറായിട്ടുള്ള സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിനെ വിളിക്കുകയാണ്. ദെൻ 2 other ലീഫ്ലെറ്റ്സ് ഹേർഡ് ഇറ്റ്. അപ്പോൾ ബാക്കിയുള്ള 2 ലീഫ്ലെറ്റ് ഇത് കേൾക്കുകയാണ്, മറ്റു 2 തളിരില്ല. ആൻഡ് ക്വിക്ക്ലി ഫോളോവ്ഡ് ദം. എന്നിട്ട് എന്ത് ചെയ്തു? ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ ഫോളോവ്ഡ് ദം, അതായത് അതുകൂടെ ബാക്കിയുള്ള 2 ഇലകൾ കൂടി പുറത്തോട്ട് വന്നു. ടു ബി ഷ്യോർ, ഉറപ്പായിട്ടും ദ ഹാസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻഡ്. ഓക്കെ, ഉറപ്പായിട്ടും ഹാസ്റ്റ് ആൻഡ് ഹരി എന്ന് പറഞ്ഞാൽ വേഗത, ഹറീൻ്റെ അതേ സെയിം മീനിങ് ആണ് ഹാസ്റ്റിന് കേട്ടോ. മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻഡ്. സ്വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർക്കുക എന്നാണ് അർത്ഥം. പാൻറ്റ് എന്ന് പറഞ്ഞാൽ കിതക്കുക.
ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു വേഗത നമ്മുടെ സീഡ്ലിങ്ങിനെ വിയർപ്പും അതേപോലെ തന്നെ കിതപ്പുമുള്ളതാക്കി എന്നാണ് പറയണത്. അതായത് നമ്മളൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത് നമ്മളെ വിയർപ്പുള്ളതാക്കുക, നമ്മുടെ ഹാർഡ് വർക്കിങ്ങിനെയാണ് അത് പറയണത്. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. പക്ഷേ അതറിയുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഈ ഒരു ലീഫ്ലെറ്റ് അതിൻ്റെ ഈ ഹാർഡ് വർക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ അതൊരു പ്ലാന്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദ സൺഷൈൻ പോർഡ് അപ്പോൺ ഇറ്റ്. സൺഷൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശം. പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊരിയുക, ഒഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ദ വാട്ടർ പോർഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രകാശം ചൊരിഞ്ഞു എന്നതിനർത്ഥം പ്രകാശം അതിന് കൊണ്ടു. ഓക്കെ, പ്രകാശം അതിൻ്റെ മേൽ പതിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ. ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ. ഓക്കെ, അപ്പം നമ്മുടെ സൂര്യൻ അതിന് പ്രകാശം നൽകി, അതേപോലെ തന്നെ മേഘം അതിന് മഴയും നൽകി. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്. അതേപോലെ നമ്മുടെ ഈ ഒരു ചെറിയ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്, വളരുന്നത് തുടർന്നു. വളരുന്നത് കീപ്പ് ചെയ്തു. കീപ്പിൻ്റെ പാസ്റ്റ് കെപ്റ്റ്. ഓക്കെ, ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. അത് ഒരു ഫ്ലവറായിട്ട് മാറുന്നത് വരെ. അടുത്ത സ്റ്റാൻസ ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്. ലിറ്റിൽ ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അടുത്താണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ, ബി ലൈക്ക് ദ സീഡ്ലിംഗ്, നമ്മൾ സീഡ്ലിങ്ങിനെ പോലെ ആവണം. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ബെസ്റ്റ് നിങ്ങൾ ചെയ്യണം. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ. നമ്മൾ എല്ലാ കുട്ടികളും ലൈഫിൻ്റെ ലേബർ, ലൈഫിൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ പതിയെ പതിയെ എടുത്തു തുടങ്ങണം എന്നാണ് പറയണത്. ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ, എല്ലാ ആളുകളെപ്പോലെയും. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. ഈ സൂര്യനും മഴയും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ സൂര്യൻ അതേപോലെ തന്നെ ഷവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ചില ഫാക്ടറുകളാണ്, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് എലമെൻറ്റ്സ്. ഓക്കെ, ത്രൂ ദ ലോൺസം സ്ട്രഗിളിങ് അവേഴ്സ്. ലോൺസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്തത, ലോൺലിനെസ്. അതിലൂടെയും സ്ട്രഗിളിങ്, നമ്മുടെ ബുദ്ധിമുട്ടായിട്ടുള്ള ആ നിമിഷങ്ങൾ, ആ അവേഴ്സ്, അതിലൂടെയൊക്കെ ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വിർച്യൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്. ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി. നിങ്ങളെ എന്താക്കും? ഉയർത്തും. എന്തിലേക്ക്? വളരെ ലൈറ്റായിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള ഒന്നിലേക്ക് നിങ്ങളെ അത് ഉയർത്തി എഴുന്നേൽക്കുന്നത് വരെ. വിർച്യൂസ് ഫെയർ. വിർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മകൾ എന്നാണ് അർത്ഥം. ഓക്കെ, വിർച്യൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്. എങ്ങനെയുള്ള രീതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? വാടാത്ത ഫ്ലവേഴ്സും നന്മകളൊക്കെയുള്ള ഒരു രീതിയിലേക്കാണ് നമ്മളെ ബ്യൂട്ടി ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഒന്നിലേക്കാണ് നമ്മളെ റൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി ഉണങ്ങി പോകുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ അൺഫെയ്ഡിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു പോം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കവിതയാണ് നമ്മുടെ സീഡ്ലിംഗ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്.